പലരും പറയാറുണ്ട് ആയുർവേദ മരുന്നുകൾ ഈ മരുന്ന് കഴിച്ചാൽ എൻ്റെ അസുഖം മാറും എന്നുള്ള വിശ്വാസത്തോടു കൂടി കഴിച്ചാൽ മാത്രമേ ആ രോഗം മാറുള്ളൂ എന്ന്. അങ്ങനെയാണെങ്കിൽ എനിക്ക് തോന്നുന്നത് നിങ്ങൾ വിഷം കഴിക്കുകയാണ്, നിങ്ങൾ മരിക്കില്ല എന്ന് പൂർണ്ണ വിശ്വാസത്തോടു കൂടി നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? മരിക്കുമോ ജീവിക്കുമോ? മരിക്കും, ഉറപ്പാണ്. അതുപോലെ തന്നെയാണ് ഇതൊരു കെമിക്കലാണ്. ഇത് ശരീരത്തിൽ എത്തിക്കഴിഞ്ഞാൽ അതിൻ്റെതായിട്ടുള്ള എഫക്റ്റ് ഉണ്ടാക്കും. അത് വിശ്വസിച്ചാലും ശരി, വിശ്വസിച്ചില്ലെങ്കിലും ശരി. ഏതൊരു മരുന്നും വിശ്വാസം രണ്ടാമത്തെ കാര്യമാണ്. ആ മരുന്ന് ആ പറഞ്ഞ ജോലി ചെയ്യണം എന്നുള്ളതാണ്. അത് ചെയ്യും, അതിൽ വിശ്വാസത്തിന്റെ കാര്യം കിടക്കുന്നില്ല. ഇത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് നമുക്കൊരു റിസൾട്ട് പ്രതീക്ഷിക്കാൻ പറ്റില്ല. ഞാനൊരു പേഷ്യന്റിനെ ചികിത്സിക്കുമ്പോൾ ഞാൻ ആ രോഗിയിൽ കാണുന്ന ബുദ്ധിമുട്ടുകൾക്ക് മരുന്ന് എഴുതിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ള ഒരു മാറ്റം കാണണം. അതില് ദൈവമോ വിശ്വാസമോ കയറി വരാൻ പാടില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ആയുർവേദത്തില് വിശ്വാസം ഉണ്ടെങ്കിലേ മരുന്ന് ഫലിക്കുള്ളൂ എന്നുള്ള രീതിയിലുള്ള പ്രചരണങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ നമ്മുടെ ഗുരുക്കന്മാരാണെങ്കിലും ഒക്കെ പറഞ്ഞൊക്കെ ഞാൻ കേട്ടിട്ടുള്ളതാണ്. അത് അങ്ങനെ തന്നെ എടുത്തിട്ടില്ല. ഇത് എൻ്റെ മാത്രം അഭിപ്രായമാണ്. ബാക്കി ആയുർവേദത്തിന്റെ മൊത്തം അഭിപ്രായമായിട്ട് അത് ഇങ്ങനത്തെ അഭിപ്രായങ്ങൾ എടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ലേക്ക്.